ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ രചന ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. പോലീസിനെയൊക്കെ പേടിച്ചിട്ടാണ് പോകുന്നതിന് മുമ്പ് മഹേഷ് ആകാശ് മേനോൻ മാത്രമേ ഈ മഹേഷിന് ശത്രുവായിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇരുട്ടത്ത് പ്രതികരിക്കുന്നവരെ അങ്ങനെ ശത്രുവായിട്ട് കാണുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എവിടെ വരെ പോകുന്നു നോക്കാം എന്ന് മഹേഷ് പറയുന്നുണ്ട്. രചന ഒന്നും മിണ്ടുന്നില്ല, ഇറങ്ങി അങ്ങ് പോവാണ്. ആകാശ് മേനോനാണ് ഇതിന് പിന്നിലെങ്കിൽ ഇപ്പോൾ ആകാശ് മേനോൻ കാര്യങ്ങൾ അറിയുമെന്ന് ഇഷിത മഹേഷിനോട് ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ രചന സുമതിയോട് പുറത്ത് വെച്ച് കാണാനായിട്ട് പറയുകയാണ്. കാരണം രചനയ്ക്ക് നല്ല പേടിയുണ്ട്. എല്ലാ കള്ളക്കളിയും പൊളിയാൻ പോകുവാണ്. ശരീരം വരച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ മഹേഷിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആക്സിഡൻറ്റിനെ പറ്റി ചോദിച്ചറിയാനായിട്ട് പോലീസുകാർ വന്നായിരുന്നു. അത് സ്വാഭാവികമല്ലേ, അതിനിപ്പോൾ എന്താ പ്രശ്നം? മഹേഷ് വിശദീകം കൊടുത്ത മൊഴികളിൽ നിന്ന് ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഒരു തീരുമാനത്തിലാണ് പോയിരിക്കുന്നത്. മഹേഷിനെയല്ല ഇഷിതയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് പറയുകയും ചെയ്തു. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും ഇതൊക്കെ ഊഹിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട സുമി. ഇതത്ര നിസ്സാരക്കാരുമല്ല. അവരുടെ ഫ്ലാറ്റിൽ കയറി കാറിൻ്റെ ബ്രേക്ക് കേടുവരുത്തി എന്ന രീതിയിലാണ് സംസാരം. എടി, നിനക്കിതിലൊരു പങ്കുമില്ലാന്ന് ഉറച്ച് വിശ്വസിച്ചാൽ പോരെ? അവർ പറയുന്നതിൻ്റെ പിന്നാലെ നീ പോകുന്നത് എന്തിനാ? സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകും. എന്തായാലും ബ്രേക്ക് ഉൾപ്പെടെ പല കംപ്ലൈൻറ്റ് വണ്ടിക്ക് വരും. അത് ഇളക്കി മാറ്റിയതാണെന്ന് തെളിയിക്കാനൊന്നും പറ്റില്ല. നീ അവിടെ പോയില്ലെങ്കിൽ ഇത് വല്ലതും അറിയുമായിരുന്നോ? ഇതങ്ങനൊന്നും തീരില്ല. പോലീസുകാർ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുകയാണ്. അവർ CCTV ഫൂട്ടേജ് നോക്കും. അത് SI പറഞ്ഞു കഴിഞ്ഞു. പ്രാഞ്ചിയുടെ ആ ഒരു മുഖം അല്ലെങ്കിൽ പ്രാഞ്ചി ചെയ്ത കാര്യങ്ങൾ ക്യാമറയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയെ ചോദ്യം ചെയ്യില്ലേ? അപ്പം നമ്മളാണെന്ന് അറിയില്ലേ? ക്യാമറയൊന്നും ഇല്ലായിരുന്നെന്നാ പ്രാഞ്ചി പറഞ്ഞത്. അത് അയാൾ പറഞ്ഞതല്ലേ. എവിടെയൊക്കെ ക്യാമറയുണ്ടെന്ന് അയാൾ എങ്ങനെ അറിയാനാ? അല്ല, ഈ പ്രാഞ്ചി ഇപ്പം എവിടെയാ ഉള്ളത്? എനിക്കറിയാവോ, നമ്മൾ കാശ് കൊടുത്തതല്ലേ. അതെ, പ്രാഞ്ചിയുടെ മുഖം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കും. ഒന്നാന്തര ക്രിമിനൽ അയാൾ. നീ ധൈര്യമായിട്ടിരിക്കുക. പോലീസിന് അയാൾ പിടികൊടുക്കാൻ പോകുന്നില്ല. നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ സുമി? അയാളുടെ ഫോൺ കോൾസ് നോക്കില്ലേ? സംഭവ ദിവസം അയാൾ 2 തവണ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലേ? പോലീസിന് എൻ്റെ മുന്നിലെത്താൻ അത് പോരെ? നീയും അയാളെ വിളിച്ചിട്ടില്ലേ? എൻ്റെ ഐഡിയിലുള്ള ഫോണിൽ നിന്ന് ഞാൻ പ്രാഞ്ചിയെ വിളിച്ചിട്ടില്ല. അയാളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തത് നിൻ്റെ മുമ്പിൽ എത്തിച്ച വഴി വേറെയാ. അപ്പം നീ എന്നെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുമായിരുന്നല്ലേ എന്ന് രചന ചോദിക്കുക. നീ സേഫായില്ലേ? പ്രാഞ്ചി നിന്നോട് സംസാരിച്ചത് അയാളുടെ സ്വന്തം നമ്പറിൽ നിന്നായിരിക്കില്ല. പോലീസ് എന്ത് അന്വേഷണം വേണേലും നടത്തിക്കോട്ടെ. ഇനി പ്രാഞ്ചി തിരിച്ചറിഞ്ഞാലും നിന്നെ അതൊരു തരത്തിലും ബാധിക്കില്ല. പ്രാഞ്ചിയെ തൊടാൻ പോലീസിന് പറ്റില്ല. അതുപോലെ ഇത് ഞാൻ തരുന്ന വാക്കാ. നീ ധൈര്യമായിട്ട് പൊക്കോ രചന എന്നൊക്കെ പറഞ്ഞു സുമിത. എവിടെ ഒരു ഇതുമില്ല. സുമിത വെറുതെ രചനയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. രചന പോലീസിൻ്റെ പിടിയിലാകുമെന്ന് സുമിതയ്ക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇഷിത ഹോസ്പിറ്റലിൽ മഹേഷിനൊരു ചായ എടുത്തു കൊടുക്കുകയാണ്. ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേ ആയില്ലേ. തനിക്ക് റെഗുലർ അല്ല ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റുന്നുണ്ടോ? ഇവിടെ കിടക്കുന്നതിൽ 1 മാസമൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. മുഴുവൻ സമയം അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഓഫീസ് വർക്കുകൾ ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഇറങ്ങിയാൽ ഉടനെ 2 കുട്ടികളുടെ അമ്മ 2 കുട്ടികളുടെ അച്ഛനെ പരിചരിക്കാൻ എത്തുമല്ലോ. അങ്ങനെ ഒരു സൗകര്യമേ ഞാൻ പോയാൽ മഹേഷിനുള്ളൂ. അതെനിക്കിഷ്ടപ്പെട്ടു. 2 കുട്ടികളുടെ അച്ഛൻ. തനിക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതിലെന്തിരിക്കുന്നു? ഈ കഥയിലെ ഹീറോ അത് തന്നെയല്ലേ? ശരിക്കും ഇവിടെ മുതൽ കഥയ്ക്കൊരു ഉണർവ് തോന്നും കേട്ടോ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ രചന അറിയുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഗേറ്റ് കിടന്ന അപ്പം രചന എത്തും. ഞാൻ മെസ്സേജ് ഇടുന്നതെന്ന് കൂട്ടിക്കോ. എനിക്കങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ ഗ്യാപ്പിൽ എത്താനാന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. നിഷിത. മഹേഷിനെ രക്ഷിച്ചതിൻ്റെ അവകാശം പറഞ്ഞ് നടക്കുകയല്ലേ. അവൾ സമ്മതപത്രത്തിൽ സൈൻ ചെയ്തുകൊണ്ടാണത്രേ കൃത്യസമയത്ത് മഹേഷ് രക്ഷപ്പെട്ടത്. സത്യത്തിൽ രചനയും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് സെക്കൻഡിലെ വ്യത്യാസത്തിലാണ്. അവൾ സൈൻ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ മുന്നിൽ വന്നതിന് ശേഷമാണ് ധൃതിയിൽ അവൾ സൈൻ ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ അവളുടെ സൈൻ വെട്ടിയിട്ട് എൻ്റെ സൈൻ ഇടായിരുന്നു. അവകാശം സ്ഥാപിക്കുന്നത് അതൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിലേ രചനയുടെ ഇങ്ങോട്ടുള്ള വരവിനെ അങ്ങനെ കണ്ടാൽ മതി താന്. ആദ്യക്കൊപ്പം രചന വന്നാൽ എനിക്ക് വല്ലതും പറയാനായിട്ട് പറ്റുമോ? എൻ്റെ മുന്നിൽ വന്ന് കണ്ണ് നിറച്ച് അവൻ നിൽക്കുന്നത് കാണുമ്പം എൻ്റെ നെഞ്ചുരുകില്ലേ?
എൻ്റെ മോൻ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു അവസ്ഥയിലാണ്. അവൻ ചൈനപ്രദക്ഷിണം ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. രജനിയുടെ കൂടെ അവൻ നിൽക്കുന്നതും അതുകൊണ്ടാണ്. മമ്മിയുടെ ചെയ്തികൾ തെറ്റാണെന്ന് അവനറിയാം. പക്ഷേ മമ്മിക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രം അവൻ കൂടെ നിൽക്കുന്നതാ. സ്നേഹമുള്ള മോന. എൻ്റെ ജീവിതം സഫലമായി എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഇഷിത അവൻ എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ എന്നോടൊപ്പം. അത് സംഭവിക്കാതെ പോവില്ലടോ. എങ്ങനെയെങ്കിലും അവൻ എൻ്റെ അരികിലേക്ക് വരും. കാലം അത് കാണിച്ചു തരും. പിന്നെ തന്നെ ആദര വിളിച്ചോ? ഇല്ല. എത്ര നല്ല അവസരമാണ് നഷ്ടപ്പെട്ടു പോയത് നമുക്ക്. വിനോദ് ഇപ്പോൾ കൺമുമ്പിലുണ്ടായേനെ. അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധവും വേദനയുണ്ട്. ആതിര വിളിക്കും മഹേഷിന് അതിൽ നിരാശയൊന്നും വേണ്ട. ആതിര വിളിച്ചോളും. അവൾ നാട്ടിലെത്തിയ വിവരം അറിയിക്കാൻ വേണ്ടതൊക്കെ സുജി ചെയ്തിട്ടുണ്ട്. നമുക്കും കാത്തിരിക്കാം. തൻ്റെ വണ്ടിയുടെ പണി എന്തായി? അത് അന്വേഷിക്കുന്നുണ്ടോ? അവർ ഉഴപ്പുവേ. ഇനി ഒരാഴ്ച കൂടി പറയുന്നുണ്ട്. ഫ്രണ്ട് പാടെ തകർന്നു പോയി. വണ്ടി എടുത്തവർ ചോദിച്ചതേ എങ്ങനെ ആൾ രക്ഷപ്പെട്ടു എന്നാ. ബ്രേക്ക് പോയി എന്ന് മഹേഷ് പറയുന്നത് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. ആതിരെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള തിടുക്കമായിരുന്നല്ലോ മഹേഷിന്. ചിലപ്പോൾ അതുകൊണ്ടാണോ? എന്തായാലും തനിക്ക് വേണമെങ്കിൽ എൻ്റെ വണ്ടി യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് പുറത്തൊരു മുട്ട് കേട്ടു. ഡോക്ടർ റൗണ്ട്സിന് വന്നതായിരിക്കും. അങ്ങനെ ചെന്ന് കതക് തുറന്നു കൊടുത്തു കേട്ടോ. ഇഷിതയോട് കുശലമൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് മഹേഷിന് അരികിലേക്ക് വരാം. എങ്ങനെയുണ്ട് മഹേഷ്? ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടു. എടുത്തു പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. ഡോക്ടർ ഇഷിത ഒന്ന് നോക്കിയേക്കണേ റിപ്പോർട്ടെ. മെഡിസിനും കംപ്ലീറ്റ് വിശ്രമം അത് കുറച്ച് കാലത്തേക്ക് വേണ്ടി വരും. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എപ്പോൾ ഓഫീസിൽ പോകാമെന്ന് ചോദിക്കുന്ന ആളോട് എന്ത് പറയാനാ? അതിൻ്റെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം ഡോക്ടർ ഇഷിതയ്ക്കാട്ടോ എന്ന് ഇവിടുത്തെ ഡോക്ടർ പറയാണ്. മഹേഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയാണ്. കുട്ടികളുടെ ചികിത്സിച്ചുള്ള ഒരു പരിചയമല്ലേ എനിക്കുള്ളൂ എന്ന് ഇഷിത. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നല്ല ചികിത്സയും വിശ്രമവും ഒക്കെ ആവശ്യമാണ്. ചികിത്സ ഞങ്ങൾ തരും, പക്ഷേ വിശ്രമം അത് നിങ്ങൾ തന്നെ എടുക്കണം. അതെ, ഞാൻ ഇതേ നില തുടർന്നാൽ എനിക്ക് വീട്ടിൽ പോകാമല്ലോ അല്ലേ എന്ന് മഹേഷ് ചോദിച്ചു. മഹേഷ് എന്ത് തമാശ പറയാണോ എന്ന് ഇഷിത ചോദിച്ചു. ഇതെങ്ങനെ തമാശയാകും? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. വീട്ടിൽ പരിചരിക്കാൻ ഒരു ഡോക്ടർ കൂടെ ഉള്ളപ്പം അതല്ലേ ഡോക്ടർ നല്ലത്? ചെക്കപ്പിന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാൽ മതിയല്ലോ. മഹേഷ് പറഞ്ഞത് പരിഗണിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഇഷിതയെ പോലെ ഒരാളുടെ സേവനം വീട്ടിലുള്ളപ്പോൾ എന്തായാലും ഡിസ്ചാർജിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാം. 1-2 റിസൾട്ട് കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവാണ്. ഇഷിത ചോദിച്ചു, മഹേഷിന് എന്താ തമാശയാണോ? ഞാൻ സമ്മതിച്ചു തരില്ല. ഒരാഴ്ച കഴിയാതെ ഇവിടെ നിന്ന് പോകാമെന്നുള്ള ചിന്ത മഹേഷിന് വേണ്ട. എടോ, എനിക്കിവിടെ കിടന്ന് മടുപ്പായിടോ. എതിർപ്പ് കാട്ടാതെ എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോ. താൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോളാം. മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ കിടന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മഹേഷാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് ഡോക്ടർക്കൊരു കോള് വരികയാണ്. അതായത് ഇഷിതയ്ക്കല്ല, മറ്റേ നമ്മുടെ മഹേഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. അതിനിടയ്ക്ക് ഇഷിത കാണാൻ വന്നപ്പോഴേക്കും അയാൾ കോള് വെച്ചു. അതെ, എന്നെ കണ്ടാലേ തൃപ്തിയാവുള്ളൂ എന്ന് വാശി പിടിക്കുന്നൊരു അമ്മച്ചി. ആ അമ്മച്ചിയുടെ ഇളയ മോനാ വിളിച്ചത്. എന്നെ കുട്ടിക്കാലത്ത് കുറേ ഹെൽപ്പ് ചെയ്ത് കുടുംബമാണ്. എന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഇഷിതയ്ക്കത് ബോറാകും. അതുകൊണ്ട് ഇഷിത വന്ന കാര്യം പറ. മഹേഷിൻ്റെ ആവശ്യം സാറും അംഗീകരിക്കുകയാണോ? എന്താവശ്യം? മഹേഷ് ഒരാവശ്യവും പറഞ്ഞില്ലല്ലോ. വീട്ടിലേക്ക് പോകുന്ന കാര്യം ഡോക്ടർ തമാശയായിട്ട് പറഞ്ഞതാണല്ലേ. അതുകൊണ്ടാണ് ഡോക്ടറെ കാണാനായിട്ട് വന്നത്. സീരിയസ് ആണെന്ന് ഓർത്തുപോയി. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താ പ്രോബ്ലം? ഞാൻ മഹേഷിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും സാർ? വീടെത്തിലെത്തിയാൽ സാറ് പറയുന്നതൊക്കെ മഹേഷ് മറക്കും. 4-5 ദിവസം കഴിഞ്ഞാൽ മഹേഷ് ഓഫീസിൽ പോയി എന്നും വരാം. മഹേഷിൻ്റെ ജോലിയുടെ സ്വഭാവം വെച്ച് മഹേഷിനെന്നല്ല ആർക്കും വീട്ടിലിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രഷറാണ്. കടുത്ത കോമ്പറ്റീഷൻ കൂടിയ സമയമായത്. എൻ്റെ കണ്ണ് വെച്ചിട്ടാണെങ്കിലും മഹേഷ് ഓഫീസിൽ പോയിരിക്കും. ഹോസ്പിറ്റലിലാണെങ്കിൽ അത്തരം ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഒരാഴ്ച സമയം കഴിഞ്ഞ് മഹേഷിന് സാറ് ഡിസ്ചാർജ് ചെയ്യാവുള്ളൂ. മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വിശ്രമത്തിനുള്ള ഏറ്റവും പറ്റിയ സ്ഥലം വീടാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രോഗിയാണെന്നുള്ള ആ ഒരു തോന്നലുണ്ടാകും. വീടെത്തുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷത്തിലെത്തിയ ഒരു പ്രതീതി ഉണ്ടാകും. ഇഷ്ടയുടെ പരിചരണം മാത്രം മതി. കൊച്ചുകുട്ടിയല്ലല്ലോ മഹേഷ്. പറഞ്ഞാൽ മനസ്സിലാവില്ലേ മഹേഷിന്? സാർ ഇതുപോലെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ? മഹേഷിൻ്റെ ആവശ്യം സാറ് തള്ളിക്കളയുമെന്നാണ് ഞാൻ കരുതിയത്. സാറിനെ നേരിട്ട് കണ്ടാലെങ്കിലും തീരുമാനം മാറ്റുമെന്ന് കരുതി. ഡോക്ടർ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടേ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം പ്ലീസ് സാർ.
അല്ല താൻ തൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സറിയാതെയല്ലേ സംസാരിക്കുന്നത്? തൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പോകണമെന്ന് തിടുക്കപ്പെടുന്നത് എന്തിനാണെന്ന് തനിക്കറിയാവോ? അറിയില്ലെങ്കിലേ ഞാൻ പറഞ്ഞു തരാം. മഹേഷിൻ്റെ ആദ്യ ബന്ധത്തിൽ 2 കുട്ടികളുള്ള കാര്യം ഇവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ട് എനിക്കറിയാം. മഹേഷിൻ്റെ ആദ്യ ഭാര്യ മഹേഷ് ഐസിയുയിൽ കിടന്നപ്പോൾ ഇവിടെ വരാറുണ്ട്. ഡോക്ടർ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീ മഹേഷിൻ്റെ റൂമിലേക്ക് വരും. കൂടെ മഹേഷിൻ്റെ ആ സ്ത്രീയിലുള്ള മകനും ഉണ്ടാകും. ഏറെ വൈകിയാണ് അവർ പോകാറ്. ഈ വിവരങ്ങൾ സിസ്റ്റർ പറഞ്ഞ് തനിക്കും അറിയാം. ആ സ്ത്രീയുടെ വരവ് മഹേഷിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് പോകാനായിട്ടുള്ള തിടുക്കം കാണിക്കുന്നത്. ഇത് സിസ്റ്റർ പറഞ്ഞതാ, ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല. ഞാൻ നോക്കിയിട്ട് മഹേഷിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അതിന് കാരണം ഡോക്ടർ ഇഷിത കൂടെ ഉള്ളത് തന്നെയാണ് കാരണം. അല്ല, തനിക്ക് തൻ്റെ ഹസ്ബൻഡിനെ അറിയാമെങ്കിൽ പിന്നെ എന്തിനെയാണ് ഇങ്ങനെയൊരു മാനസിക സമ്മർദ്ദം ആ മനുഷ്യന് സമ്മാനിക്കുന്നത് എന്ന് ഇഷിതയോട് ചോദിച്ചു. താൻ അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, അയാളുടെ മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ. എന്താ ഞാൻ പറഞ്ഞതല്ലേ ശരിയായ കാര്യം? അതെനിക്ക് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. മഹേഷിന് ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച ഇവിടെ കഴിഞ്ഞേ പറ്റുള്ളൂ. അതിനിടയിൽ ആ സ്ത്രീ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. ദയവ് ചെയ്ത് സാറ് മഹേഷിനെ ഡിസ്ചാർജ് ചെയ്യരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതെ, ഡോക്ടർ ഇഷിതയുടെ ട്രീറ്റ്മെൻ്റ് അല്ല എൻ്റെ ട്രീറ്റ്മെൻറ്റ്. രോഗി ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ യോജിക്കാനായിട്ട് കഴിയുന്നെങ്കിൽ ഞാൻ അതങ്ങ് ചെയ്യും എന്നും പരുഷമായിട്ട് പറഞ്ഞു. സോറി ഡോക്ടർ ഇഷിത. ശരി ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് രചന വരികയാണ് കേട്ടോ. രചന വന്നു ആ പുറത്ത് നിൽക്കുന്ന നേഴ്സിനോട് സംസാരിക്കുകയാണ്. ഇന്നിവിടെ ഡോക്ടർ ഇഷിതയുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. അപ്പം ഞാനെന്തായാലും വന്നില്ലേ, അതുകൊണ്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് രചന പറഞ്ഞു. അല്ല, ഡിസ്ചാർജ് ആകാൻ പോവാണ്. മഹേഷ് സാറിനെ ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ്. ഡിസ്ചാർജ് ചെയ്യാനോ? ഒരാഴ്ച കൂടി കിടക്കേണ്ട അത്രയ്ക്ക് പ്രശ്നങ്ങളുള്ളതാണല്ലോ. ഇഷിതയായിരിക്കും തിടുക്കം കാണിക്കുന്നത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഞാൻ മഹേഷിനെ കാണാൻ വരുന്നത് ഇഷിതയ്ക്ക് സുഖിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് സുഖപ്പെടാതെ മഹേഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൾ തിടുക്കം കാണിക്കുന്നത്. മഹേഷിൻ്റെ ആരോഗ്യമല്ല അവൾക്ക് പ്രധാനം. ഞാൻ വന്ന് എൻ്റെ കുട്ടികളുടെ അച്ഛനെ കാണാൻ പാടില്ല. ഡോക്ടർ അവൾക്കൊപ്പം നിൽക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനിത് സമ്മതിക്കില്ല. മഹേഷിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇഷിതയ്ക്ക് എന്താ മക്കൾക്ക് അവരുടെ ഡാഡി ഇല്ലാതായി പോകുന്നത്. മേഡം, ഈ രോക്ഷപ്രകടനം ഒന്ന് നിർത്തുമായിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഡോക്ടറിനോട് ആവശ്യപ്പെട്ടതേ മഹേഷ് സാറാണ്. ഇഷിത മേഡം അതിനെ എതിർത്തതാണ്. പക്ഷേ മഹേഷ് സാറ് സമ്മതിച്ചില്ല. ഡോക്ടർ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല. മേഡം പറയുന്നത് പോലെയൊന്നുമല്ല. മഹേഷ് സാറിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഇഷിത മേഡത്തിന് നല്ല ഉത്കണ്ഠയുണ്ട്. അവൾ പറഞ്ഞാൽ ഡോക്ടർ കേൾക്കാതിരിക്കുമോ? ഡോക്ടർ ബാലഗോപാൽ സാറേ ഒരു പ്രത്യേക ടൈപ്പാണ്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നതേ അദ്ദേഹം ചെയ്യുള്ളൂ. മെഡിസിനും ബെഡ് റെസ്റ്റും മതി മഹേഷ് സാറിന്. പിന്നെ മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇഷിത മേഡം കൂടെയില്ലേ? വീട്ടിലെ അന്തരീക്ഷമാണ് നല്ലതെന്ന് ഡോക്ടർ ഉറപ്പിച്ചു. മേഡത്തിൻ്റെ ഇങ്ങോട്ടുള്ള വരവും മഹേഷ് സാറിനെ ശുശ്രൂഷിക്കലൊന്നും ഇനി നടക്കാൻ പോണില്ല. അല്ല സിസ്റ്റർ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാൽ വരുന്നതെന്ന് സിസ്റ്റർ കരുതുന്നുണ്ടോ? എന്നാ വേണ്ട. അഭിപ്രായ വ്യത്യാസം കൊണ്ട് വഴി പിരിഞ്ഞവരാണ്. മഹേഷിൻ്റെ 2 മക്കളുടെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ വരുന്നതാ. എനിക്കൊരാപത്ത് പറ്റി ബോധം കെട്ടി കിടന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും കൂടെ നിന്ന് ചികിത്സിച്ചതും മഹേഷാണ്. കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇനി മാഡത്തിൻ്റെ പരിചരണം മഹേഷ് സാറിന് വേണ്ടി വരില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് സിസ്റ്റർ അങ്ങ് പോയി. രചനയ്ക്കാണെങ്കിൽ ആകെ അവസരം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഇഷിത പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും രചന കണ്ടു ഇഷിതയെ. പക്ഷേ രചന ഇഷിതയ്ക്ക് മുഖം കൊടുക്കാതെ അങ്ങ് മാറി നിന്നു കേട്ടോ. ഇഷിത മുറിയിലേക്ക് കയറി വന്നപ്പോൾ മഹേഷ് ചോദിച്ചു, താൻ ഡോക്ടറെ കാണാൻ പോയതാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായി കാര്യങ്ങൾ? 2 ആഴ്ചത്തേക്കൂടി നീട്ടി വെപ്പിച്ചോ? പിന്നെ എങ്ങനെയാ? രോഗിയുടെ മനസ്സറിഞ്ഞ് ചികിത്സിക്കുന്ന ആളാണ് ഡോക്ടർ ബാലഗോപാൽ. അല്ല, ഒരു ഡോക്ടറായി തനിക്ക് ഇതുവരെ ആ സത്യം അറിയില്ലേ? ഞാൻ നിഷ്കളങ്കരായ കുട്ടികളുടെ ഡോക്ടറാണ്. മുതിർന്നവരുടെ ഉള്ളിലൊരുപ്പൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ചൂടാവാതെ. താൻ ചൂടാകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അതിനാണ് ഒരുത്തി അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. അത് പിന്നെ താൻ ഹോസ്പിറ്റലിൽ പോകാതെ ഇവിടെ കയറിയിരുന്ന അവളെങ്ങനെ വരാനാ? അവളെ പേടിച്ചല്ലേ വീട്ടിലേക്ക് ഓടാൻ ധൃതി കാണിക്കുന്നത് എന്ന് പെട്ടെന്ന് ഇഷിത ചോദിച്ചു. മഹേഷ് ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.